റിപ്പോർട്ടർ കുരുക്ഷേത്രം തത്സമയം കിഴക്കിന്റെ വെനീസിൽ നിന്നും ആലപ്പുഴയിൽ നിന്നും പ്രേക്ഷകർക്കൊപ്പം ചേരുന്നു. മത്സരം പൊടിപാറുന്ന ആലപ്പുഴ മണ്ഡലത്തിൽ നിന്നും കുരുക്ഷേത്രം എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആലപ്പുഴ മണ്ഡലത്തിൽ സാക്ഷാൽ KC വേണുഗോപാൽ വന്നതോടുകൂടി ചിത്രം മാറി എന്നാണ് കോൺഗ്രസ് പറയുന്നത്. സിറ്റിംഗ് MP ആയ ഒരേ ഒരു കനൽ, ആ കനൽ ഒരു തരി മതി എന്നത് ഇത്തവണ മാറുമെന്നും കോൺഗ്രസ് പറയുന്നു. ആരിഫ് MPക്ക് വീർപ്പൊഴിക്കേണ്ടി വരുമെന്നാണ് കോൺഗ്രസ് പറയുന്നത്. എന്നാൽ കനൽ ഒരു തരി മതി എന്നതിൽ നിന്നും ഇക്കുറി ആഞ്ഞു വീശുന്നത് ഇടതുകാറ്റാണ് കേരളത്തിലെന്ന് ഇടതുപക്ഷം കരുതുന്നു. ഒപ്പം ശോഭാ സുരേന്ദ്രനും കളത്തിലിറങ്ങിയതോടുകൂടി ആലപ്പുഴയിൽ തെരഞ്ഞെടുപ്പ് രംഗം കൂടുതൽ സജീവമാവുകയാണ്. അന്തരീക്ഷ താപനിലയെ കടത്തിവിട്ടുന്ന രാഷ്ട്രീയ ചൂട് ആലപ്പുഴയിൽ ഉണ്ട്. ഈ കിഴക്കിന്റെ വെനീസിൽ നിന്ന് നമ്മൾ ഈ ചർച്ച ആരംഭിക്കുന്നു. ആലപ്പുഴയുടെ രാഷ്ട്രീയ മനസ്സിലെന്ത്? അതിഥികളായി നമുക്കൊപ്പം NDAയിൽ നിന്നും വിമൽ രവീന്ദ്രൻ, വെൽക്കം വിമൽ. LDFിൽ നിന്നും H സലാം MLA, വെൽക്കം H സലാം. ഒപ്പം UDFിൽ നിന്നും അനിൽ ബോസ്, വെൽക്കം അനിൽ ബോസ്. ഒപ്പം ആലപ്പുഴയിലെ നാട്ടുകാരും നമ്മുടെ ഈ ചർച്ചയിൽ പങ്കെടുക്കും. 7 മണിയോടുകൂടി വിവിധ രാഷ്ട്രീയ പ്രതിനിധികളും നമ്മളുടെ ഈ ചർച്ചയിൽ പങ്കുചേരും. ആദ്യം ഞാൻ തുടങ്ങുന്നത് അനിൽ ബോസിൽ നിന്നാണ്. അനിൽ ബോസ്, ഈ മണ്ഡലത്തിലെ ആദ്യത്തെ ചോദ്യം താങ്കൾ പ്രതീക്ഷിക്കാൻ സാധ്യതയുള്ളതും ഈ ചോദ്യമായിരിക്കും. രാജ്യസഭയിൽ നിന്ന് KC വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിക്കുമ്പോൾ ആ സീറ്റ് BJPക്ക് കൊടുത്തിട്ട് ആലപ്പുഴയിൽ മത്സരിക്കുന്നതിന്റെ രാഷ്ട്രീയ നീതി എന്താണ്? മൈക്ക് സർ, മൈക്ക് ഓണാണ് സർ. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഈ രാജ്യത്തിൻ്റെ ഭരണം വീണ്ടെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ്. ലോക്സഭാ അംഗങ്ങളിൽ നിന്നാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ട് ലോക്സഭാ അംഗങ്ങൾ ഏറ്റവും കൂടുതൽ ജയിക്കുക എന്നത് പ്രതിപക്ഷത്തിൻ്റെ ആവശ്യമാണ്, പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടിയുടെ ആവശ്യമാണ്. അതുകൊണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് നഷ്ടമായ ആലപ്പുഴ കൂടി പിടിച്ചെടുക്കാൻ KC വേണുഗോപാൽ തന്നെ വേണം എന്നതുകൊണ്ടും മാത്രമല്ല, രാജ്യസഭയിൽ നിന്നും 1.5 വർഷ കാലാവധി മാത്രം ബാക്കി നിൽക്കുന്ന ആ രാജ്യസഭ നഷ്ടപ്പെട്ടാലും അതിൽ കൂടുതൽ അംഗങ്ങളെ ജയിപ്പിക്കാൻ തെലങ്കാന അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് സാധ്യമാകും എന്നുള്ളതുകൊണ്ടും അതൊരു പ്രശ്നമായി നമ്മൾ കരുതേണ്ടതില്ല. വളരെ നിർണായകമായ ഞാൻ അതിലേക്ക് വരാം. ഒരു വ്യക്തത വന്നത് കാര്യം എന്തായാലും ഇന്നത്തെ ചർച്ചയുടെ ആദ്യ ഭാഗം ഈ ചോദ്യം LDFും ഉന്നയിക്കാൻ സാധ്യതയുണ്ട്, ഇവിടെയുള്ള ആൾക്കാരും ഉന്നയിക്കാൻ സാധ്യതയുണ്ട്. രാജ്യസഭയിലേക്ക് രാജസ്ഥാനിൽ നിന്ന് ഒരു MPയെ ഇനി കോൺഗ്രസിന് കിട്ടില്ലല്ലോ നിലവിലുള്ള MLAമാരുടെ കണക്ക് പ്രകാരം. അങ്ങനെയാണെങ്കിൽ രാജസ്ഥാനിൽ നിന്നുള്ള ഒരു MP നിങ്ങൾ ബലി കൊടുത്തിട്ടാണ് ആലപ്പുഴയിൽ മത്സരിക്കുന്നത്. അതാണ് പ്രശ്നം. രാജസ്ഥാനിൽ നിന്നും രാജ്യസഭയിലേക്ക് വന്ന രാജസ്ഥാൻകാരനല്ലാത്ത KC വേണുഗോപാലാണ്. ഇന്ന് കേരളത്തിൽ നിന്നും കേന്ദ്രമന്ത്രിയായിരിക്കുന്ന ആളുകളും കേരളത്തിൽ നിന്നല്ല രാജ്യസഭാംഗമായിട്ടുള്ളത്. അതുകൊണ്ട് രാജ്യസഭയിൽ ഒരെണ്ണം ഞങ്ങൾക്ക് അവിടെ നഷ്ടപ്പെട്ടാൽ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും ജയിപ്പിക്കാൻ കഴിയുന്ന അംഗബലവും ഭരണവും ഞങ്ങൾക്കുള്ള സാഹചര്യത്തിൽ ആ ഒരെണ്ണം കുറയുന്നത് ഒരു പ്രശ്നമല്ല എന്നതിലുപരി അത് മാത്രമല്ല, എണ്ണം കുറയുന്ന ഒരു പ്രശ്നമല്ല, കാരണം ആ എണ്ണം കവർ ചെയ്യാനുള്ള സാഹചര്യം ഞങ്ങൾക്കുണ്ട്. അതിലുപരിയായി ഈ തെരഞ്ഞെടുപ്പിൽ കേന്ദ്ര സർക്കാരിനെ ഇറക്കുക, അതിന് ഓരോ പാർലമെന്റ് അംഗം, അത് ലോക്സഭയിലെ ഓരോ അംഗങ്ങളും ഞങ്ങൾക്ക് അനിവാര്യമാണ്. അതുകൊണ്ട് ഒരു വീഴ്ചയും ഇല്ലാതെ ഈ ഫാസിസ്റ്റ് ശക്തികളെ അധികാരത്തിൽ നിന്ന് ഇറക്കാൻ ഞങ്ങൾക്ക് ഈ ഒരു സീറ്റും അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് ഞങ്ങൾ ആ വിമർശനത്തിലുള്ള മറുപടിയാണ് അനിൽ ബോസ് വ്യക്തമായി പറയുന്നത്. പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കേണ്ടി വരുമ്പോൾ ലോക്സഭയിലെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയെ തിരഞ്ഞെടുക്കണം. അങ്ങനെ വന്നാൽ ഒരംഗം പോലും കുറയാൻ പാടില്ല. നരേന്ദ്രമോദിക്കെതിരെ അടുത്ത സർക്കാർ, ബദൽ സർക്കാർ ഉണ്ടാക്കാൻ കോൺഗ്രസിന്റെ നേതാവ് രാജ്യസഭയിൽ നിന്ന് ആലപ്പുഴ മത്സരിക്കുമ്പോൾ നിങ്ങളത് സ്വാഗതം ചെയ്ത് കഴിയുമെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ സ്ഥാനാർത്ഥിക്ക് നിങ്ങൾ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയല്ലേ വേണ്ടത്? എജ്സലാം, അതിലെ പ്രിയപ്പെട്ട അരുൺ, അദ്ദേഹം പറഞ്ഞൊരു വാദഗതി ഇപ്പോൾ അവിടെ മാത്രമല്ല ദാനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാജ്യസഭയെന്നോ ലോകസഭയെന്നോ വ്യത്യാസമില്ലാതെ രാജ്യം മുഴുവൻ ഇന്ത്യയിലെ കോൺഗ്രസ് BJPക്കായി കോൺഗ്രസ്സുകാർ ദാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞാൽ വേറെ ജയിപ്പിക്കാൻ ഇടമുണ്ട് എന്നൊരു വാദമാണ് പറയുന്നത്. ഇപ്പോൾ ഏറ്റവും അവസാനം നടന്ന തെരഞ്ഞെടുപ്പ് ഹിമാചൽ പ്രദേശിലാണ്. അഭിഷേക് സിംഗ്വി എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ ഓൾ ഇന്ത്യ വക്താവ് തോറ്റു. കോൺഗ്രസ് MLAമാർ ഭൂരിപക്ഷമുണ്ട്, പക്ഷേ ഇലക്ഷൻ ഇപ്പോൾ തോറ്റു. ഇതാണ് കോൺഗ്രസിന്റെ അവസ്ഥ. അപ്പോൾ ഇവിടെ ഇപ്പൊ മത്സരിക്കുന്ന അത് അധികാരമുള്ള സ്ഥലങ്ങളിലേക്ക് ഒഴുക്കുണ്ടാവുന്നത് എല്ലാ കാലഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അത് ഈ കാലഘട്ടത്തിന് മാത്രം പ്രത്യേകതയല്ല. ഇതുപോലെ ഈ ഇവിടുത്തെ UDF സ്ഥാനാർത്ഥി സംഘടനാ സെക്രട്ടറിയായി വന്ന ശേഷമുള്ളതുപോലെ ഒരു ഒഴുക്ക് ഒരിക്കലും കോൺഗ്രസ് നേരിടേണ്ടി വന്നിട്ടില്ല. അപ്പൊ എന്റെ സംശയമല്ല, ഈ വെസ്റ്റ് ബംഗാളിൽ നിന്നും ത്രിപുരയിൽ നിന്നും ഈ BJPയിലേക്ക് ഒഴുകിയത് ആര് സെക്രട്ടറി ആയിരുന്നപ്പോഴാ?
അതൊക്കെ നമുക്ക് ഒരു വാദഗതിക്ക് വേണ്ടി പറയാമെന്നുള്ളതല്ലേ. അല്ല, അതൊരു ഞാൻ പറയുന്നത് ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ കെ സി വേണുഗോപാൽ കോൺഗ്രസിൽ ഇന്ന് 9 കോൺഗ്രസ് മുൻ മുഖ്യമന്ത്രിമാർ ഒരു പറഞ്ഞോട്ടെ, ഞാൻ പേര് വേണേ പറയാം, ഞാൻ പറഞ്ഞോട്ടെ, എന്റെ നിങ്ങളുടെ സമയം പറഞ്ഞോളൂ. ഞാൻ താങ്കളുടെ സമയത്ത് താങ്കൾ പറഞ്ഞോളൂ. അത് കൂടുതലുണ്ട്. 9 മുൻ മുഖ്യമന്ത്രിമാരെന്ന് ഒരു മുഖ്യമന്ത്രി കൂടി പോയിട്ടുണ്ട്, പിണറായി വിജയൻ. അതൊക്കെ വാദമായി പറയാം. ഞാൻ പറയുന്നത് 121 MP-മാർ, 80 MLA-മാർ, 112 മുൻ MLA-മാർ, പിന്നെ PCC, AICC. അല്ല, അങ്ങനെയാണ് എല്ലാ രാജ്യങ്ങളിലും ഒരു പാർട്ടി ഏകാധിപത്യത്തിൽ ഇന്ത്യ ചരിത്രത്തിൽ അരുണ് നല്ലപോലെ പൊളിറ്റിക്സ് നന്നായി കൈകാര്യം ചെയ്യുന്ന ആളാണ്. ഇന്ത്യ ചരിത്രത്തിലോ ഇന്ത്യയിലെ കോൺഗ്രസിന്റെ ചരിത്രത്തിലോ ഈ കാലത്തേതുപോലെ കോൺഗ്രസ് ഉപേക്ഷിച്ച് BJP ചേക്കേറിയ കാലം ഇതുപോലെ ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ടാണ്? കോൺഗ്രസ് ആയി നിൽക്കുമ്പോൾ കോൺഗ്രസ് ആയി ജീവിക്കാൻ അവർക്ക് ആവാത്തതുകൊണ്ടാണ്. ശരി, സമ്മതിച്ചു, ആ കൾച്ചർ ഉള്ളതുകൊണ്ടാണ്. സമ്മതിച്ചു. ശരി, അങ്ങനെ ഒരു ആരോപണം കോൺഗ്രസിൽ മറുപടി അനിൽ ബോസ് പറയട്ടെ. പക്ഷെ അനിൽ ബോസ് സൂചിപ്പിച്ച ഒരു കാര്യം പ്രധാനപ്പെട്ടതല്ലേ. നോക്കൂ, 273 എന്ന മാജിക് നമ്പറിലേക്ക് നമ്മൾ എത്താൻ, അല്ലെങ്കിൽ 272ലേക്ക് നമ്മൾ എത്താൻ ഒരു സീറ്റിന്റെ കുറവുണ്ടെങ്കിൽ അത് ആലപ്പുഴയിലെ ഒരു MP-യുടെ കുറവാവാൻ പാടില്ല. അതുകൊണ്ടാണ് കെ സി വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിക്കുന്നത്. നരേന്ദ്രമോദിക്കെതിരായി കേരളത്തിലും രാജ്യത്തും കോൺഗ്രസിനേക്കാളും ഗ്യാരണ്ടി ഇടതുപക്ഷത്തിനാണ്. നിങ്ങൾ ഈ 44 സീറ്റുകളിൽ ആകെ 18 സീറ്റുമായിട്ട് പോയി 272 വരെ എങ്ങനെ വെല്ലുവിളിക്കും? ഒരു സീറ്റിന്റെ അവിടെ ഞാൻ പറയും, ഇപ്പോ കോൺഗ്രസിന്റെ വിന്നിംഗ് റേറ്റ് എങ്ങനെയാ? 2019 180 സീറ്റിൽ മത്സരിച്ചു, നേർക്കുനേർ മത്സരം. കോൺഗ്രസ് ജയിച്ച എത്രയാ? 15 സീറ്റ്. അതിന് മുമ്പുള്ള തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും BJP മത്സരിച്ച എത്ര സീറ്റാ? 175. വിൻ ചെയ്ത എത്രയാ? 20. കുറവാണ്. സമ്മതിച്ചു. ഘടകമാണ് ഞാൻ പറയുന്നത്. സമ്മതിച്ചു. പക്ഷേ എന്റെ നേരിട്ടുള്ള ചോദ്യം, സാർ, കെ സി വേണുഗോപാൽ രാജ്യസഭയിൽ ഇരിക്കുന്നു എന്ന് കരുതട്ടെ, ഇവിടെ നിങ്ങൾ ആരിഫാണ് ജയിക്കുന്നതെന്ന് കരുതട്ടെ, ഇനി ശോഭാ സുരേന്ദ്രൻ ജയിച്ചു എന്ന് കരുതുക. അവിടെ വരുമ്പോ ആലപ്പുഴയിൽ നിന്നൊരു കോൺഗ്രസ് MP ഇല്ലെങ്കിൽ ഒരു MP-യുടെ കുറവ് കോൺഗ്രസിന് സംഭവിച്ചാൽ രാഷ്ട്രപതി ആരെ വിളിക്കുക? അതാ പറഞ്ഞത്. ഞാൻ ചോദിച്ചു, ഒറ്റ പാർട്ടിയാകും കോൺഗ്രസ് ശേഷിയില്ലല്ലോ? ഉണ്ടോ? പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇത്രേ ഉള്ളൂ. ഏറ്റവും വലിയ ഒറ്റക്കക്ഷി ആവുന്നതിൽ ഒരു സീറ്റ് കുറഞ്ഞാൽ കോൺഗ്രസിനെ വിളിക്കില്ല. ഒറ്റക്കക്ഷിയാവാൻ ശേഷിയുണ്ടോ കോൺഗ്രസിന്? ഉണ്ടല്ലോ. BJP കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ കോൺഗ്രസിനല്ലേ? 52 സീറ്റ് മത്സരിക്കുന്ന സ്ഥലം നോക്കൂ. അതിൽ അത് 10-14 കേരളത്തിലെ കോൺഗ്രസ് സീറ്റ്. അതെല്ലാം തോക്കാൻ പോവാണ്. ബാക്കിയുള്ള സീറ്റ് കൂട്ടി നോക്ക്. തമിഴ്നാട്ടിലുണ്ടോ സീറ്റ്? ബീഹാർ കോൺഗ്രസ് സീറ്റ് ജയിക്കോ? ബംഗാൾ ജയിക്കോ? അതാ പറഞ്ഞ കോൺഗ്രസിനേക്കാൾ കൂടുതൽ ഇടതുപക്ഷ പാർട്ടികളും പ്രാദേശിക പാർട്ടികളുമാണ് സീറ്റ് കൂടി ജയിക്കാൻ പോകുന്നത്. പക്ഷെ അല്ല, ഏറ്റവും വലിയ ഒറ്റക്കക്ഷി ആകേണ്ടത് ഒരു പാർട്ടിയുടെ ബാധ്യതയല്ലേ നമ്മുടെ ഭരണഘടനാ പ്രകാരം? നിങ്ങൾ നോക്കൂ, BJPക്ക് 270 കഴിഞ്ഞ തവണ കിട്ടിയ 303 നിന്നും മാറി ഇത്തവണ ഒരു 170 കിട്ടുന്നു എന്ന് കരുതുക. 171 വേണ്ടേ? കഴിഞ്ഞില്ലെങ്കിൽ BJP സർക്കാർ ഉണ്ടാക്കും. അല്ല, അവിടെയാണ്, അതാണ് കോൺഗ്രസിന്റെ വാദം. കഴിയില്ല. ശരി, വിമൽ നമുക്ക് വരാം. ആ ചോദ്യം നമ്മൾ അവിടെ അവസാനിപ്പിക്കുന്നു. വിമൽ, ഇവിടെ ശോഭാ സുരേന്ദ്രൻ മത്സരിക്കാൻ വരുന്നു. നോക്കൂ, കെ സി വേണുഗോപാലും ആരിഫും വരുന്ന ഒരു ഇടത്തേക്ക് ശോഭാ സുരേന്ദ്രൻ എവിടെയാണ് ഇടം? മാത്രവുമല്ല, ഇന്ന് നിങ്ങൾ ലത്തീൻ അതിരൂപതയുടെ ബിഷപ്പ് പറഞ്ഞത് കേട്ടോ? എന്താണെന്ന്? ഈ നാട്ടിൽ സമാധാനമില്ല ക്രിസ്ത്യാനികൾക്ക്. മണിപ്പൂർ അടക്കമുള്ള വിഷയങ്ങളിൽ ആരാണോ നിഗൂഢത പരത്തുന്നത് CA അവരെ നിങ്ങൾ തിരിച്ചറിയണമെന്ന് പറഞ്ഞിരിക്കുന്നത് ലത്തീൻ അതിരൂപത ബിഷപ്പാണ്. രാജ്യത്തെ ഏറ്റവും ദുർബലനായവന് ഭീതിയുണ്ടെങ്കിൽ രാജ്യം പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞത് ചങ്ങനാശ്ശേരിയിലെ അതിരൂപതയാണ്. എന്ന് പറഞ്ഞാൽ എന്താ? ഈ സംസ്ഥാനത്തെ മുഴുവൻ ക്രിസ്ത്യൻ ബെൽറ്റിലും ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിലും ഭീതിയുടെ അന്തരീക്ഷമാണെന്ന് രാഷ്ട്രീയം ഉയർന്നിരിക്കുന്നു. ശോഭാ സുരേന്ദ്രൻ എവിടെയാ ഇടം? രാജ്യത്താണെങ്കിലും കേരളത്തിലാണെങ്കിലും ഇന്ന് മതന്യൂനപക്ഷങ്ങൾ അടക്കം തന്നെ ഏറ്റവും അധികം വിശ്വാസം അവര് അർപ്പിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയും ദേശീയ ജനാധിപത്യ സഖ്യത്തിലുമാണ്. അതിന് കാരണം ദേശീയ തലത്തിൽ നമുക്കറിയാം, ദേശീയ തലത്തിൽ മതന്യൂനപക്ഷങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഇടമെല്ലാം ഭരിക്കുന്നത് BJP-യാ, ദേശീയ ജനാധിപത്യ സഖ്യമാണ്. ഇവിടെ ആലപ്പുഴയിലെ ജനങ്ങൾ വികസനവാദ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുമ്പോൾ അവിടെ LDF-നും UDF-നും ഒരു പ്രസക്തിയില്ല. ഞാൻ പറഞ്ഞുതരാം. ഇവിടെ LDF-ഉം ശ്രീമാൻ ആരിഫും ജനങ്ങളോട് വോട്ട് അഭ്യർത്ഥിക്കുന്നത് വികസനത്തിന് വേണ്ടിയിട്ടല്ല, അവരുടെ പാർട്ടിയുടെ ചിഹ്നം നിലനിർത്താൻ വേണ്ടിയിട്ടാണ്.
ഇവിടെ UDF ശ്രീമാൻ KC വേണുഗോപാൽ വോട്ട് അഭ്യർത്ഥി എന്തിനു വേണ്ടിയിട്ടാണ്? KC വേണുഗോപാൽ ചിഹ്നത്തിന് വേണ്ടിയൊന്നുമല്ല, അത് ദേശീയ പാർട്ടി എപ്പോഴും പ്രതിപക്ഷ പാർട്ടി എന്ന അംഗീകാരം ഭാരതത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കോൺഗ്രസിന്, അല്ലാതെ എന്തിനു വേണ്ടിയിട്ടാണ്? അവിടെ ഈ രണ്ടു കൂട്ടർക്കും വികസനവാദ രാഷ്ട്രീയം ഉയർത്താൻ പറ്റില്ല. ഇവിടുത്തെ ജനങ്ങൾ നരേന്ദ്രമോദിജിയുടെ ഗ്യാരണ്ടിയെയും വികസന ഗ്യാരണ്ടിയെയുമാണ് സ്വീകരിക്കുന്നത്. കാരണം ഈ ആലപ്പുഴ ഈ കഴിഞ്ഞ പതിറ്റാണ്ടുകളായി അനുഭവിക്കുന്ന പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ ഞാൻ കൃത്യമായിട്ട് പറയാം. ഇപ്പൊ ഞാൻ ഒരു തുറമുഖമുണ്ടോ ആലപ്പുഴയില്? ആ തുറമുഖം എന്ന് പറഞ്ഞ അദാനിക്ക് കൊടുക്കാൻ വേണ്ടിയാണോ? അല്ല, പറഞ്ഞേക്ക് എല്ലാ തുറമുഖവും അദാനിക്ക് കൊടുത്തു. ഈ രാജ്യത്തും ഈ കേരളത്തിലും വികസനം നരേന്ദ്രമോദിജി ഉറപ്പുവരുത്തുന്നത് അത് ഹാർബർ വികസനം മോദിയുടെ ഗ്യാരണ്ടിയിൽ യാഥാർത്ഥ്യമാകും. ഇപ്പൊ ശ്രീമാൻ H. സലാമിന്റെ അമ്പലപ്പുഴ മണ്ഡലത്തില് ഹാർബർ യാഥാർത്ഥ്യമാക്കാൻ മോദിയുടെ സഹായമല്ല അഭ്യർത്ഥിച്ചേക്കുന്നത്, മോദിജി വരേണ്ടി വരും. അത് മാത്രമാണോ ആലപ്പുഴയിലെ ടൂറിസം പദ്ധതി? എത്രയധികം ജനങ്ങൾ അതുകൊണ്ട് ജീവിക്കേണ്ടവരാണ്. ആ ടൂറിസം പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി വേണം ഇവിടെ. അത് മാത്രമല്ല, ഞാൻ പറഞ്ഞുതരാം കടലോര ജനത അനുഭവിക്കുന്ന പുലിമുട്ടടക്കമുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി വേണം. ഒരു കാര്യം പറയാം, ശ്രീമതി ശോഭാ സുരേന്ദ്രന്റെ പ്രസക്തി ജനങ്ങൾ പറയുന്നു. ഇവര് രണ്ടുപേരും പ്രതിപക്ഷ പാർട്ടി സ്ഥാനം നിലനിർത്താനും ചിഹ്നം നിലനിർത്താനും മത്സരിക്കുമ്പോൾ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ പാർട്ടിയിൽ ഒരു സ്ഥാനം നിലനിർത്താൻ മത്സരിക്കുന്നു. അംഗമാകുമെന്നുള്ളതാണ്. കേന്ദ്രമന്ത്രിസഭയിൽ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ അംഗമാകുമെന്ന് ജനങ്ങൾ പറയുകയാണ്. ഏത് രാജ്യസഭയിൽ നിന്ന്? ഇവിടെ നിന്ന് ജയിക്കും. ആലപ്പുഴയിലെ ജനങ്ങൾ, അതാണ് ഞാൻ പറഞ്ഞത്, 800% വോട്ടിന്റെ വർധനവ് NDA ആലപ്പുഴയിൽ നേടിയിട്ടുണ്ട്. KS രാധാകൃഷ്ണനായിരുന്നപ്പോൾ ശബരിമല ഉണ്ടായിരുന്നപ്പം ഇന്ന് ശബരിമല ഇല്ല. ആലപ്പുഴയിൽ 800% വോട്ടിന്റെ വർധനവ് നേടിയിട്ടുള്ള കക്ഷിയാണ് NDA. അതുകൊണ്ട് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ എവിടെയെല്ലാം മത്സരിച്ചാലും അവിടെ 3 ഇരട്ടി വോട്ടിന്റെ വർധന നേടിയിട്ടുള്ള ഒറ്റ കാര്യം അനിൽ ബോസ് നേരത്തെ ഇവിടെ പറഞ്ഞു, വികസന രാഷ്ട്രീയം നിങ്ങളെ ചർച്ച ചെയ്യുന്നതേയില്ല, നിങ്ങൾക്ക് ഭയമാണ് എന്നാണ് ഇപ്പോൾ BJP കാൻഡിഡേറ്റ് പറയുന്നത്. എന്റെ ചോദ്യം ഇതാണ്, നിങ്ങൾ ദേശീയ തലത്തിൽ ഒറ്റ മുന്നണിയായി മത്സരിക്കുമ്പോൾ ഇന്ത്യയിൽ കേരളത്തിൽ നിങ്ങൾക്ക് മാതൃകയായി ഇന്ത്യ മുന്നണി ഒരു സഖ്യമായി നിന്ന് മത്സരിച്ചുകൂടെ? അതാണ് BJP ഉയർത്തുന്ന ചോദ്യം. അനിൽ ബോസ്, ഇവിടെ KC വേണുഗോപാൽ തന്നെ വേണമായിരുന്നോ ആരിഫ് MP നേരിടാൻ? ആ ഒരു കനൽ കൂടി അണഞ്ഞാൽ ഇനി CPM പ്രതിനിധികളില്ലാത്തവരുന്ന സാഹചര്യം ഉണ്ടാവും. ഇടതുപക്ഷം ദുർബലമായ കോൺഗ്രസിന് തട്ടുകേടില്ലേ? അതായത് നമ്മളൊരു ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ വളരെ സൂക്ഷ്മതയോടുകൂടി സംസാരിക്കണം. സലാം പറഞ്ഞു തമിഴ്നാട്ടിൽ കിട്ടുമെന്ന് ചോദിച്ചു. സലാമിന്റെ പാർട്ടിയും കോൺഗ്രസും DMK ഞങ്ങൾ ഒരു മുന്നണിയാണ് അവിടെ. എനിക്ക് മനസ്സിലായില്ല. നമ്മൾ ഈ രാജസ്ഥാനിൽ CPM സീറ്റ് കൊടുത്തത് KC വേണുഗോപാൽ പറയണേ. ഞാൻ പറയട്ടെ നമ്മള് സദസ്സിൽ നിന്ന് ബഹളം വരട്ടെ, സദസ്സിൽ നിന്ന് ബഹളം വരട്ടെ, നമ്മള് ഡയസിൽ നിൽക്കുന്നവരൊരു മിനിമം. അപ്പൊ അതിന്റെ അകത്ത് ഇന്ത്യ സഖ്യത്തിൽ 14 കക്ഷികളുണ്ട്. ആ കക്ഷികളിൽ ഓരോ പാർട്ടിയുടെയും ഓരോ പ്രതിനിധികളെ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിൽ ഉൾപ്പെടാത്ത ഏക പാർട്ടി CPM ആണ്. കോർഡിനേഷൻ കമ്മിറ്റിയിലില്ല. ആ കമ്മിറ്റിയിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രതിനിധിയാണ് ഇവിടെ മത്സരിക്കുന്നത്, KC വേണുഗോപാൽ. ബീഹാറിലും മധ്യപ്രദേശിലും രാജസ്ഥാനിലും തമിഴ്നാട്ടിലും അടക്കം കേരളം ഒഴിച്ചുള്ള മുഴുവൻ സംസ്ഥാനങ്ങളിലും സ്ഥാനാർത്ഥി ഉള്ളിടത്തും ഇല്ലാത്തടത്തും ഇന്ത്യ സഖ്യത്തിന് വോട്ട് ചെയ്യുന്ന പാർട്ടിയുടെ പ്രതിനിധി ഈ ചർച്ചയിൽ സംസാരിക്കുമ്പോൾ ഇന്ത്യയിൽ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ മിനിമം ഔചിത്യം കാണിക്കുക. എതിർക്കാം, വിമർശിക്കാം, നമുക്ക് LDF UDF രാഷ്ട്രീയം ഒക്കെ പറയാം, പക്ഷെ മിനിമം ഔചിത്യം കാണിക്കണം. പിന്നെ വികസന രാഷ്ട്രീയം, ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വയ്ക്കുന്ന വികസന രാഷ്ട്രീയം എന്താ? ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം 2014 മുതൽ 20 ഇതുവരെയുള്ള കാലയളവിൽ അധികാരത്തിൽ നിന്ന് ഗവൺമെന്റ് രാജ്യം കണ്ട ഏറ്റവും വലിയ തൊഴിലില്ലായ്മയാണ്. ഇന്ത്യ ഗവൺമെന്റ് സർവീസിൽ 30 ലക്ഷം ആളുകളുടെ വേക്കൻസി ഒഴിഞ്ഞു കിടക്കാൻ അറിയാലോ, 30 ലക്ഷം. ഞങ്ങൾ ആ വിഷയം ജനപക്ഷത്തോട് വെക്കുക. ആ 30 ലക്ഷം ഒഴിവുകൾ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ നികത്തും 15 ലക്ഷം വനിതകൾക്കും 15 ലക്ഷം വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാർക്കും കൊടുക്കുമെന്ന് ഞങ്ങൾ പൊതു രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്നു ഈ തെരഞ്ഞെടുപ്പിൽ. ഒന്ന്. വിമല, ഇത് നിങ്ങൾ എങ്ങനെ നേരിടും? 83% തൊഴിലില്ലാത്തവർ ചെറുപ്പക്കാരാ നമ്മുടെ ഈ രാജ്യത്ത്. യാതൊരു അടിസ്ഥാനമില്ലാത്ത കണക്കാ കോൺഗ്രസ്. ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല. ഇന്ന് രാജ്യത്ത് കേന്ദ്ര സർക്കാർ സർവീസിൽ അടക്കം തന്നെ പ്രധാനമന്ത്രി ഒരു വർഷത്തെ പദ്ധതി എല്ലാ മാസവും കൊടുക്കുന്നുണ്ട്.
സലാം ചോദിച്ചല്ലോ, 2 കോടി 2014 പ്രതിവർഷം 2 കോടി തൊഴിലിന് വാഗ്ദാനം ചെയ്തു. എവിടെ ഗ്യാരണ്ടി? എവിടെയാ മോഡിയുടെ ഗ്യാരണ്ടി? 2 കോടി തൊഴിലിന് വാഗ്ദാനം ചെയ്തു. നേരത്തെ ഇവിടെ നിന്ന് ഒരു നിമിഷം നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ കോൺഗ്രസിന്റെ പ്രതിനിധി അനിൽ ബോസ് പറഞ്ഞതുപോലെ 30 ലക്ഷം കേന്ദ്ര തൊഴിലവസരങ്ങൾ ഇപ്പോഴും ബാക്കി നിൽക്കുക. നിങ്ങൾ അവിടെ നിയമനം നടത്തിയിട്ടില്ല. നിങ്ങൾ 2 കോടി നിയമനം കൊടുക്കുമെന്ന് പറഞ്ഞ സർക്കാരാണ് 30 ലക്ഷം ഒഴിവ് നടത്താൻ കഴിയാത്തത്. രാജ്യത്തെ യുവാക്കൾ അവര് പ്രതീക്ഷ അർപ്പിച്ചിട്ടുള്ളത് കേന്ദ്ര പബ്ലിക് സർവീസ് എവിടാ നിയമനം? എവിടെയാ നിയമനം? എവിടെ നിയമനം? സാർ 62 കമ്മീഷനാണ്, റെയിൽവേ ബോർഡാണ്, റിക്രൂട്ട്മെന്റ് ബോർഡുകൾ. അതാണ് കണക്ക്. അനിൽ ബോസ് പറഞ്ഞതാണ്. ഒടി വന്നിട്ട് മുട്ടിലഴഞ്ഞോണ്ടിരിക്കുക. പഠിച്ച് രാവും പകലും പഠിച്ചവരെ മുട്ടിലഴയ്യ. എവിടെ കേരളത്തില് ആരാ ജോലി? വിദ്യാഭ്യാസം PSC-യിൽ 1ാം റാങ്ക് മേടിച്ചോലെ സെക്രട്ടേറിയറ്റില് മുട്ടിലഴിഞ്ഞോണ്ടിരിക്കുക. എന്ത് പ്രയോജനം? പിണറായി കയറിയിട്ട് ഇടതുപക്ഷ ആൾക്കാരെയല്ല കയറ്റുന്നത്, അല്ല എന്താ പ്രയോജനം? PSC വഴിയെല്ലാം കയറ്റുന്ന അവരുടെ ആൾക്കാരാ. മോദി കുറെ കൂടെ കയറ്റുന്ന പരിപാടിയില്ല, മുമ്പിലൂടെ ഇല്ല. ഈ പാസ്സായവർക്ക് മാത്രമേ കയറാൻ. നേരത്തെ അനിൽ ബോസ് പറഞ്ഞൊരു കണക്കുണ്ട്. നമ്മുടെ കേന്ദ്ര സർക്കാരിൽ 67 ലക്ഷം വേക്കൻസി ഉള്ളതിൽ 30 ലക്ഷം വേക്കൻസി ഒഴിഞ്ഞെടുക്കുക. എന്തുകൊണ്ടാ അരുൺ? പ്രതിവർഷം 2 കോടി ജോലി കൊടുക്കുമെന്ന് പറഞ്ഞിട്ടാണ് 30 ലക്ഷം പോലും നടത്താൻ കഴിയാത്തത്. ഒഴിവല്ലെടുത്ത് എല്ലാം നികത്തുന്നുണ്ട്. ശരി. അപ്പൊ അതിൽ ആദ്യത്തെ ചോദ്യത്തിന്റെ ഭൂകമ്പമാണ് നമ്മൾ കണ്ടത്. ഒഴിഞ്ഞു കിടക്കുന്ന മാത്രമല്ല ഒരു തീരുമാനം കേന്ദ്ര ഗവൺമെന്റ് എടുത്തിട്ടുണ്ട്. 2 കൊല്ലത്തിലധികം ഒരു തസ്തി ഒഴിഞ്ഞു കിടന്നാൽ ആ തസ്തി ഇല്ലാണ്ടാവുമെന്നാണ്. ഒരു നിമിഷം സ്ഥലം അതിനോട് മറുപടി. 2 കോടി തരാന്ന് പറഞ്ഞു ജോലി. ജോലിയുടെ കേസല്ല ഞാൻ പറയുന്നത്. അത് പറയണല്ലോ. PSC-യുടെ കേസ് ഇവിടെ എത്ര പേര് ഇവിടെ മുട്ടിലഴിഞ്ഞ് നടക്കുന്നു? അതെന്താ ചോദിക്കാതെ? എപ്പോഴും കേന്ദ്ര സർക്കാർ അതാണ് PSC നിയമനം നടത്തുന്നില്ല എന്നതാണ് കോൺഗ്രസ് ആക്ഷേപം. ഈ ഒഴിഞ്ഞു കിടക്കാൻ മാത്രമല്ല, സെൻട്രൽ ഗവൺമെന്റ് തീരുമാനിച്ച ഒരു പ്രധാന തീരുമാനമുണ്ട്. 2 വർഷത്തിലധികം ഒരു സസ്യ ഒഴിഞ്ഞു കിടന്നാൽ ഓട്ടോമാറ്റിക്കലി അത് ഇല്ലാണ്ടാവും. അങ്ങനെ ഇല്ലാതായത് 9,64,000 ഒഴിവാണ്. മനസ്സിലായി. പക്ഷേ നിങ്ങൾ PSC നിയമനം. ഇന്ത്യ ഏറ്റവും കൂടുതൽ നിയമനം കൂടുതൽ സംസ്ഥാനമാണ് ഈ കേരളം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നിയമനം കൂടുതൽ സംസ്ഥാനമാണ് ഈ കേരളം. UPSC നിയമനമുണ്ടോ? SSC നിയമനമുണ്ടോ? SSC നിയമനമുണ്ടോ? നോക്കൂ, കണക്ക് വെച്ച് നമ്മൾ സംസാരിക്കും. കേരളത്തിൽ PSC നിയമനം നടത്തിയതിൽ ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ സംസ്ഥാനത്ത് തൊഴിലവസരങ്ങൾ ഒരുക്കി കൊടുത്തത് ആ PSC കേരള PSC അല്ലേ? കണക്ക് പറയൂ. കണക്കാണ് ചോദിക്കുന്നത്. സിവിൽ പോലീസ് ഓഫീസർമാരുടെ അവര് 10,000 വേക്കൻസി ഉള്ളപ്പോഴാണ് നിങ്ങൾ 1,000 നിയമിച്ചത്. 10,000 വേക്കൻസി അല്ലല്ല. നോക്കൂ, സലാമിന് തന്നെ അറിയാമല്ലോ കേരളത്തിൽ പോലീസ് അണ്ടർ സ്റ്റാഫാണ്. കേരളത്തിൽ വേണ്ടത്ര പോലീസ് ഇല്ല. പക്ഷേ നിയമനം നടത്തില്ല. നിങ്ങൾ എവിടെയാ? UPSC നിയമനം എവിടെയാ? അതിൽ തുറന്നുവിട്ട ഭൂതോ വരുന്നു. അതിലേ അപ്പൊ തൊഴിലിന്റെ കാര്യത്തിൽ ഏകദേശം കണക്ക് പ്രേക്ഷകർക്ക് മനസ്സിലായി. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പറഞ്ഞു ചോദിച്ചോ. 2 ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2ാമത്തെ രാഷ്ട്രീയം സ്ത്രീപക്ഷ രാഷ്ട്രീയമാണ്. നാരീശക്തി. കർണാടകയിൽ ഞങ്ങൾ സ്ത്രീകൾക്ക് സമ്പൂർണ്ണമായി സൗജന്യ യാത്ര അനുവദിക്കുമെന്ന് പറഞ്ഞു. പ്രതിമാസം വേതനം കൊടുക്കുമെന്ന് പറഞ്ഞു. ഹിമാചലിൽ ഞങ്ങളത് പ്രാവർത്തികമാക്കി, കർണാടകയിൽ പ്രാവർത്തികമാക്കി, തെലങ്കാനയിൽ പ്രാവർത്തികമാക്കി. ഇപ്പോൾ ഞങ്ങൾ പറയുന്നു, ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യം അധികാരത്തിൽ വന്നാൽ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് പ്രതിമാസം 1 ലക്ഷം രൂപ, പ്രതിവർഷം 1 ലക്ഷം രൂപ അവകാശമായി.
എത്ര കൊല്ലമായി ഇങ്ങനെയുള്ള വാഗ്ദാനം പറഞ്ഞിട്ട് ഇവരും പറയാണ് ഇവരും പറയാണ് ഇവരും പറയാണ് ഞങ്ങൾ എത്ര കൊല്ലമായി പറയുന്നു എന്നൊരു ചോദ്യം വന്നല്ലോ സലാമിന്റെ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി പ്രതിദിന വേതനം 132 രൂപ പ്രകാരം പ്രഖ്യാപിച്ച പദ്ധതി ഇന്ന് ഈ രാജ്യത്ത് BJP മഹാത്മാഗാന്ധിയുടെ പേര് വെട്ടിമാറ്റിയെങ്കിലും ദേശീയ തൊഴിലുറപ്പ് പദ്ധതി തൊഴിലുറപ്പ് പദ്ധതി മഹാത്മാഗാന്ധിയുടെ പേരിൽ തന്നെയാണ്. തെറ്റിദ്ധാരണ പറഞ്ഞ പോലെ തൊഴിലുറപ്പ് പദ്ധതിയിൽ കിട്ടാനുള്ള 13 രൂപ കൂടി കൂട്ടി ഇപ്പൊ 346 രൂപയാക്കി. 10 വർഷത്തിന് ശേഷം ഞാൻ പറഞ്ഞത് ഇന്ത്യ മഹാരാജ്യത്ത് ഒരു മാനിഫെസ്റ്റോയിലൂടെ കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് വെച്ച ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കുക. കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോയിൽ LDFന്റെ CPMന്റെ മാനിഫെസ്റ്റോയിൽ അല്ല, UPAയുടെ അല്ല, തൊഴിലുറപ്പ് കോൺഗ്രസ് പാർട്ടിയുടെ മാനിഫെസ്റ്റോ ചലഞ്ച് ഐ വിൽ ചലഞ്ച് ഐ എം റെഡി ടു ചലഞ്ച് നോ കോൺഗ്രസ് പാർട്ടിയുടെ മാനിഫെസ്റ്റോയിലാണ് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി പ്രഖ്യാപിക്കുന്നത്. ഞങ്ങൾക്ക് ഗവൺമെന്റ് ഉണ്ടാക്കാൻ CPM പിന്തുണച്ചു. ഞങ്ങൾ എതിർക്കുന്നില്ല, ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുന്നു, ഞങ്ങൾ അതിന് നന്ദി കാണിക്കുന്നു, അഭിനന്ദിക്കുന്നു. ആ കാര്യം തർക്കമില്ല. ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഒരു പദ്ധതി സമൂഹ മധ്യത്തിൽ കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുമ്പോൾ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയും റൈറ്റ് ഇൻഫർമേഷൻ ആക്ടും അടക്കമുള്ള ഒരുപാട് അവകാശങ്ങൾ, ഭക്ഷ്യ സുരക്ഷാ നിയമം അടക്കം രാജ്യത്ത് നടപ്പിലാക്കിയ കോൺഗ്രസ് പാർട്ടിയും കോൺഗ്രസ് മുന്നണിയുമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഒന്നാം കാലം ഒന്നാം കാലം, രണ്ടാം കാലം അഴിമതിയുടെ കെടുകാര്യസ്ഥതയായിരുന്നു. 2G സ്പെക്ട്രം എവിടെ? 2G സ്പെക്ട്രം നിങ്ങളുടെ അന്വേഷണം എവിടെ? 2G സ്പെക്ട്രം അന്വേഷണം എവിടെ? 10 വർഷമായിട്ട് നോക്കൂ, 10 വർഷമായിട്ട് നിങ്ങൾ പുറത്തിറക്കിയ കോൺഗ്രസ് ഒരാളെ ശിക്ഷിച്ചോ? 2G സ്പെക്ട്രം ഒരാളെ ശിക്ഷിച്ചോ? രാജ്യത്ത് ഏറ്റവും കൂടുതൽ അഴിമതി നടത്തിയ കോൺഗ്രസ് സർക്കാരിനെ ജനം ശിക്ഷിച്ചില്ലേ? അങ്ങനെയല്ലേ ദേശീയ ജനാധിപത്യ സഖ്യം ഇവിടെ ഭരണത്തിൽ വന്നിട്ടുള്ളത്, മോദി വന്നിട്ടുള്ളത്. ഒരു കാര്യം, ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അവകാശം പറഞ്ഞില്ലേ? ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പുതിയ മുഖം കൊണ്ടത് മോദി സർക്കാരാണ്. ഇന്ന് ആലപ്പുഴ ജില്ലയിൽ മോദിജി വന്ന മോദിജി പ്രധാനമന്ത്രിയാകുമ്പോൾ 140 രൂപയായിരുന്നു കൂലി. ഇന്ന് 346 രൂപയായിട്ട് കൂലി വർദ്ധിപ്പിച്ച് തൊഴിലുറപ്പ് പദ്ധതി മുഖം കാര്യം പറയാം. ഇന്ന് റോഡ് നിർമ്മിക്കാൻ പൈസ വെട്ടി കുറച്ചു. ആവശ്യപ്പെട്ടത് മുഴുവൻ മോദി കൊടുത്തു. 1300 കോടി തൊഴിൽ ദിനങ്ങൾ കുറച്ചു, പൈസ വെട്ടി കുറച്ചു. ഒരിക്കലുമില്ല. തൊഴിൽ ദിനങ്ങൾ വർദ്ധിപ്പിച്ച സർക്കാരാണ് മോദി സർക്കാർ. ഒരു കാര്യം ഞാൻ പറയാം, കേരളത്തിൽ നിന്നും ആനുവൽ ലേബർ ബഡ്ജറ്റായി തൊഴിലുറപ്പിന് പോയ മുഴുവൻ തുകയും മോദി കൊടുത്തു. 1300 കോടി വെട്ടിക്കുറച്ചു. 1300 കോടി വെട്ടിക്കുറച്ചു നിങ്ങളുടെ ബഡ്ജറ്റിൽ മാത്രം. 1840 കോടിയാണ് 5 വർഷം കൊണ്ട് കൊടുത്തത്. അതുകൊണ്ടാണ് പാവങ്ങൾ ജീവിക്കുന്നത്. ഒരു കാര്യം ചോദിക്കാനുള്ളത് BJP പ്രതിനിധിയോടാണ്. 50 രൂപയ്ക്ക് പെട്രോള്, 50 രൂപയ്ക്ക് ഡീസൽ, 250 രൂപയ്ക്ക് ഗ്യാസ്. ഇത് ആരുടെ വാഗ്ദാനം ചെയ്തിട്ടാണ് ഇവർ അധികാരത്തിൽ കയറിയത്. ഇനിയും ഇത് തന്നെയാണോ ഇവര് വാഗ്ദാനം പറയുന്നത്? സാധനങ്ങളുടെ വില കൂടി, ഡിപ്രീസിയേഷൻ വന്നു, മൂല്യം സ്വാഭാവികമായി കൂടൂലേ? 50 രൂപയുടെ വിലയാണോ ഇന്നത്തെ 50 രൂപ? നിത്യോപയോഗ സാധനങ്ങളായ 19 ദിനങ്ങളുടെ വില ഇതുവരെ കൂടിയിട്ടില്ല. LDF സർക്കാർ അധികാരത്തിൽ വന്നിട്ടില്ല. സിവിൽ സപ്ലൈസിൽ നിങ്ങൾക്ക് 5 വർഷം കൂടിയില്ല, അത് കഴിഞ്ഞ് 2 വർഷം കൂടെ കഴിഞ്ഞപ്പോൾ കൂടിയിട്ടില്ല. സിവിൽ സപ്ലൈസ് സ്ഥാപനങ്ങളിൽ ഇതുവരെ സിവിൽ സപ്ലൈസ് സാധനങ്ങൾ വാങ്ങാറില്ലേ? ഉണ്ട്, പക്ഷേ വില കുറവില്ല. കഴിഞ്ഞ തവണ അപേക്ഷിച്ച് കൂടി. 13 ഇനം സാധനങ്ങൾക്ക് ഇതുവരെ വില കൂടിയിട്ടില്ല. സബ്സിഡി ഉണ്ടായിരുന്നു, ആ സബ്സിഡി കുറച്ചു, അത്രയാണ്. വില കൂടി കൂടിയിട്ടില്ല. സബ്സിഡി എല്ലാ ആഘോഷ ദിനങ്ങളും സപ്ലൈകോ സ്റ്റോറിലൊന്നും പോവാറില്ല എന്ന് തോന്നുന്നു അടുത്തിടെയായിട്ട്. എല്ലാ ആഘോഷ ദിനങ്ങളോടനുബന്ധിച്ചും സബ്സിഡി കൊടുക്കാറുള്ളതാണ്. അത് ഈ ആഘോഷ ദിനങ്ങൾ. അല്ല, താങ്കൾ ചോദിച്ച ചോദ്യം പ്രസക്തമാണ്. ഓയിലിന്റെ കാര്യത്തിൽ താങ്കൾ ചോദിച്ച ചോദ്യം പ്രസക്തമാണ്. ഗ്യാരണ്ടി, മോദിയുടെ ഗ്യാരണ്ടിയിൽ വിശ്വസിക്കുന്നത് എങ്ങനെയെന്നല്ലേ ചോദ്യം. ഇതുമായി ബന്ധപ്പെട്ട്
ഇവിടെ ഒരു കേന്ദ്ര മന്ത്രി ഒരു കണക്ക് തത്വശാസ്ത്രം പറഞ്ഞു. ദേശീയ തലത്തിൽ കൂടാത്തത് കൊണ്ട് കൂടിയത് കൊണ്ടാണല്ലോ ഇവിടെ കൂടിയത്. മനസ്സിലായില്ല. എനിക്ക് അതിനൊരു അർത്ഥം ഒന്ന് പറഞ്ഞു തരണം. ഇനിയും ഈ വാഗ്ദാനം തന്നെയാണോ മുമ്പോട്ട് വയ്ക്കുന്നത്? അതാണോ മോദിയുടെ കാര്യം? ഇപ്പൊ പ്രതികരിക്കുന്നത് ഏറ്റവും ഒടുവിൽ. എന്താ താങ്കളുടെ ചോദ്യം? ഒരു ചോദ്യം കൂടി ഇവിടെ കണ്ടിട്ട്. എന്റെ ചോദ്യം എച്ച് സലാമിനോടാണ്. അദ്ദേഹം ഇങ്ങനെ BJP-യിലേക്ക് പോയവരുടെ കണക്കെടുത്തപ്പോ അൽഫോൺസ് കണ്ണന്താനം അദ്ദേഹത്തെ പോലെ ഒരു MLA ആയിരുന്ന ആളാണ്, ഇടതുമുന്നണിയുടെ. അതുപോലെ തന്നെ ശിവദാസ മേനോൻ, ശിവദാസ മേനോൻ അദ്ദേഹം വിശ്വനാഥ മേനോൻ ഇവരൊക്കെ ആരായിരുന്നു? ആരിഫ് പോവോ? അതാണ് ചോദ്യം. അതാണ് അറിയേണ്ടത്. ഓക്കെ, ഇവിടെ എന്താ ആർക്കാണ് ഒരു സാധ്യത ആലപ്പുഴ മണ്ഡലത്തിൽ? പറഞ്ഞോ. ആലപ്പുഴ മണ്ഡലത്തിൽ ഉറപ്പായിട്ട് AM ആരിഫ് നയിക്കും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ പാർലമെന്റിന്റെ അകത്തും പുറത്തും 5 വർഷക്കാലം അഡ്വക്കേറ്റ് AM ആരിഫ് ഇടപെട്ട കാര്യങ്ങൾ തന്നെയാണ് പ്രധാനം. കാരണം കേരളത്തിൽ നിന്നും ജയിച്ചുപോയ 19ഓളം MP-മാരിൽ ഏറ്റവും കൂടുതൽ 89% അറ്റൻഡൻസ്, 3 സ്വകാര്യ ബില്ലുകൾ, 244 ചോദ്യങ്ങൾ. ഇത് കൂടാതെ ആലപ്പുഴയുടെ ബൈപ്പാസ് 40 കൊല്ലമായി പെൻഡിംഗ് കിടന്നതാ. AM ആരിഫിന്റെ ശ്രമഫലമായി, AM ആരിഫിന്റെ ഇടപെടൽ മൂലം ആലപ്പുഴ ബൈപ്പാസ്. ഒരു മിനിറ്റ്, ബാക്കിയോടെ പറയട്ടെ. വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് കേരളത്തിൽ കേന്ദ്ര ഹിന്ദി വിദ്യാലയം. ഞാൻ പറയട്ടെ, കേരളത്തിൽ നമ്മുടെ എറണാകുളം ആലപ്പുഴ റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ട് 2660 കോടി രൂപ കേന്ദ്ര റേഡിയോ നിലയം നടന്നോ? അനിൽ ബോസ് ഇതൊക്കെ നടന്നോ? കേന്ദ്രത്തിന്റെ ബ്ലോക്കിംഗ് മറികടന്നുകൊണ്ട് കേന്ദ്ര വിലക്കുകൾ മറികടന്നുകൊണ്ട് റെയിൽവേ നടന്നോ? ഇതൊക്കെ വല്ലതും നടന്നാണ്? എവിടെ ചുമ്മാ വാദവടി തുറന്നു കിടക്കുക ഇല്ല, തുറന്ന പുസ്തകം പോലെ ആലപ്പുഴക്കാരുടെ 40 വർഷമായി മുടങ്ങിക്കിടന്ന ഈ ഫ്ലൈ ഓവറിന്റെ ഒക്കെ അവകാശം എങ്ങനെയാണ് ആരിഫിന് കിട്ടുക? പറഞ്ഞുതരാം. 10 കൊല്ലം UPA ഗവൺമെന്റ് ഭരിച്ചു. അതെ, ഇവിടെ 3 പ്രാവശ്യം MLA ആയിട്ടുണ്ടായിരുന്നു. ആരാണ്? ഇപ്പോഴത്തെ UDF-ന്റെ സ്ഥാനാർത്ഥി. 1 പ്രാവശ്യം മന്ത്രിയായി, 2 പ്രാവശ്യം MP ആയി, 1 പ്രാവശ്യം മന്ത്രിയായി, കേന്ദ്രമന്ത്രി. ഇവിടെ 4 കേന്ദ്രമന്ത്രിമാരുണ്ടായിരുന്നു. ആലപ്പുഴയുടെ വികസനത്തിന് വേണ്ടി എന്താണ് ചെയ്തത്? നിങ്ങൾ ആലപ്പുഴയിൽ നിന്നും KC വേണുഗോപാൽ എന്തുകൊണ്ട് ജയിക്കും? ഒന്നും ചെയ്തില്ല. പകരം 1.5 വർഷക്കാലം AM ആരിഫ് വന്നതിന് ശേഷം റെയിൽവേയുമായിട്ടുണ്ടായിരുന്ന ഒരു ബ്ലോക്കിംഗ് അത് മാറ്റിക്കൊണ്ട് പറഞ്ഞോ. ആരിഫ് ചെയ്തിട്ടുള്ള ഒരു 10 കണക്കുകൾ നിങ്ങൾക്കൊന്ന് പറയാൻ പറ്റുമോ? 10 പറഞ്ഞു. അത് മാത്രമല്ല, 10 പറഞ്ഞു. ഫ്ലൈ ഓവർ നിർമ്മിച്ചു. മാത്രമല്ല, എനിക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ ഒരു മിനിറ്റ് അതായത് ഇപ്പൊ തെരഞ്ഞെടുപ്പ് അടുത്ത് വന്ന സമയത്ത് പുതിയ നാടകമായിട്ട് നമ്മുടെ കേന്ദ്ര കഥാപാത്രം ഉണ്ടല്ലോ, നമ്മുടെ ഇഡിയുമായിട്ട് ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട്. എവിടെ ഇത് തീ കുരുത്തതാ. അതായത് ഇഡി വന്നതിന് ശേഷം അവർക്ക് തോന്നുന്ന രീതിയിലാണ് പലയിടത്തും പല കാര്യങ്ങളും ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെ പുതിയ നാടകമായിട്ട് വന്നിരിക്കുന്നത് മാസപ്പടി കേസില. മാസപ്പടി കേസിൽ ഇഡിയായിട്ട് വന്നിട്ട് അതായത് ഇപ്പൊ ഇഡി വന്നിട്ട് 2021 തുടങ്ങിയ കേസിന് ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പ് പടിവാതിൽ വന്ന സമയത്ത് ഇഡിയെ കൊണ്ടുവന്നിട്ട് പേടിപ്പിക്കുകയാണ്. അരവിന്ദ് കെജ്രിവാളിന്റെ നാടകമാണെന്നാണ് നിങ്ങൾ പറയുന്നത്. ഉറപ്പായിട്ടും സംശയം. നിങ്ങൾ അരവിന്ദ് കെജ്രിവാളിന്റെ കാര്യത്തിൽ ഇഡി വരുമ്പോൾ എതിർക്കുന്നു, സോണിയാഗാന്ധിയുടെ കാര്യത്തിൽ ഇഡി വരുമ്പോൾ എതിർക്കുന്നു, പിണറായി വിജയന്റെ കാര്യത്തിൽ സ്വാഗതം ചെയ്യുന്ന കാര്യം എന്താ സാർ? അതോ പറയാം സാർ. ഇവർ BJP CPM അന്തർധാരയാണ്. അത് സജീവമാണ് ഇവിടെ. വിശ്വസിക്കൂ ഇതൊക്കെ? സാർ അതിന്റെ കാരണം ഞാൻ പറയാം. എന്താ കാരണം? ഞാൻ കാരണം
ഇപ്പൊ പ്രൈം സീറ്റ് ആയിട്ട് ഇവരെ ബിജെപിയുടെ എ ക്ലാസ് മണ്ഡലമായിട്ട് ബിജെപി കാണുന്നത് തൃശ്ശൂര്, തിരുവനന്തപുരം. ഇപ്പൊ എന്തിനാണെന്ന് അറിയില്ല ആ പാവം സുരേന്ദ്രനെ കൊണ്ട് ഇത്രയും ശത്രുക്കൾ ആ പാവത്തിൽ അവിടെ ഉണ്ടെന്നുള്ള കാര്യം എനിക്കറിയാം. വയനാട് കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നു. സ്വന്തം പാർട്ടി വയനാട് അവിടെ കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. അത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3 സീറ്റുകളില് സാറ് ഡീലുണ്ട്. അവിടെ ഡീലുണ്ട് എന്നതാണ് ആരോപണം. തീർച്ചയായിട്ടും. കാരണം പക്ഷേ മറിച്ച് പറയുന്നത് കെ.സി. വേണുഗോപാൽ ഒരു സീറ്റ് രാജ്യസഭ ബിജെപിക്ക് കൊടുത്തിട്ടാണ് മത്സരിക്കുന്നത്. ഇവിടെ ആരാ ഉള്ളത്? സമയം കിട്ടും. രണ്ടുപേരോട് ആദ്യം കോൺഗ്രസ് പ്രതിനിധിയോടാണ്. കേജ്രിവാളിന് മദ്യനയത്തിന്റെ കേസ് ഫയൽ ചെയ്തത് കോൺഗ്രസ്സുകാരാണ്. കേജ്രിവാളിന് ഇപ്പൊ കേജ്രിവാളിനെ സപ്പോർട്ട് സമയത്ത് 2021 സാർ അന്ന് സംഭവിക്കുന്നത് വേറെയാണ്. വി.കെ. സക്സേനയാണ് CBIക്ക് വിടുന്നത്. ഇപ്പൊ കേജ്രിവാളുമായിട്ട് അവർ സപ്പോർട്ടാണ്. ഇപ്പൊ മദ്യനയ കേസിലും കേസ് ഫയൽ ചെയ്തു. ഇപ്പം ശോഭാ സുരേന്ദ്രൻ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. കേസ് കോൺഗ്രസ്സുകാരുടെ എതിരായി കെ.സി. വേണുഗോപാലിനെതിരായിട്ട് ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. കേസ് കൊടുത്തിട്ടുണ്ട്. അത് എന്തായി? കെ.സി. വേണുഗോപാൽ ഒന്നും പറഞ്ഞില്ലല്ലോ, അതിന് ആൻസർ ഒന്നും പറഞ്ഞില്ല. പിന്നെ കമ്മ്യൂണിസ്റ്റുകാരോടാണ്. കമ്മ്യൂണിസ്റ്റുകാരിൽ ഇപ്പം നമ്മുടെ മുകേഷ് ഇപ്പം അരുണിന്റെ അടുത്താണ് ഇന്റർവ്യൂ ചെയ്തത്. എനിക്ക് ഹിന്ദി സംസാരിക്കാൻ അറിയില്ല, ഇംഗ്ലീഷ് ആക്ഷൻ കഥകളി കാണിക്കും. പിന്നെ പാർലമെന്റിൽ പോയി എന്താ കഥകളിയാണോ കളിക്കാൻ പോണത്? ആലപ്പുഴ കാര്യം പറയാം. പ്രധാനമന്ത്രിയെ കുറിച്ചായിട്ടോ പറയുന്നത്. ഇതുപോലെ മറ്റേ ഇന്നലെ വരെ കേജ്രിവാളിനെ പറ്റി അറസ്റ്റ് ചെയ്തപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒന്നും സംസാരിച്ചില്ല. ഇന്നലെ വന്നപ്പോ ഒരു ജസ്റ്റ് ഒരു ലെറ്റർ അയച്ചപ്പോൾ ED ലെറ്റർ അയച്ചപ്പോൾ ഒറ്റ എണീപ്പ്. ഭയന്നോ എന്താണ് അല്ലേ? ED വന്നപ്പോൾ ഭയക്കുന്നോ CPM? അല്ല, ED ഒക്കെ ഈ ഒരു കേസിൽ വന്നാൽ അന്തർധാരയുണ്ടെന്നാണല്ലോ കോൺഗ്രസ് പറയുന്നത്. ഓക്കെ, ശരി. ഒരു പ്രതികരണം കൂടി, ഒറ്റ പ്രതികരണം കൂടി. ചേട്ടാ എന്തോ പറയാൻ വന്നു, പെട്ടെന്ന് പറയണേ. എനിക്ക് ചോദിക്കാനുള്ളത് സലാം സാറിനോടാണ് ചോദിക്കാനുള്ളത്. ഇവരുടെ മുഖചിത്രത്തിൽ പോലും, അതായത് ഇപ്പൊ ഇലക്ഷന്റെ പോസ്റ്ററിൽ പോലുള്ള ഒരു കാര്യമാണ് അരികിലുണ്ട് ആരിഫ് എന്നും പറഞ്ഞിട്ട്. ഈ ആലപ്പുഴയിൽ യുവാക്കൾക്ക് വേണ്ടി ആരിഫ് എന്താണ് ചെയ്തിട്ടുള്ളത് അത് ഞങ്ങൾക്ക് അറിയണം. നിരവധി ചോദ്യങ്ങളുണ്ട്. മണ്ഡല സ്പെസിഫിക് ആയ ചോദ്യങ്ങളിൽ നിന്ന് തുടങ്ങാം. അനിൽ ബോസിൽ തുടങ്ങാം. ഒന്ന്, ഇവിടെ നമ്മുടെ സ്നേഹിതൻ ഇവിടെ ചില അവകാശവാദങ്ങൾ ഉന്നയിച്ചു. കെ.സി. വേണുഗോപാൽ ചെയ്ത പല കാര്യങ്ങളും നമ്മുടേതാണ് എന്നുള്ള നിലയിൽ എന്റെ ഉപ്പാപ്പയ്ക്ക് ആനുണ്ടായിരുന്നു എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ അവസ്ഥയിലേക്ക് ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ പറയട്ടെ ആലപ്പുഴയിൽ മെഡിക്കൽ കോളേജ് സൂപ്പർ സ്പെഷ്യാലിറ്റി ആക്കിയത് ശ്രീ കെ.സി. വേണുഗോപാലാണ്. നമ്പർ 1. നമ്പർ 2, വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് കൊണ്ടുവരുമ്പോൾ ആരിഫ് MP അല്ല. മൂന്നാമത്തെ കാര്യം, പവർ എഞ്ചിനീയറിംഗ് കോളേജ് ഇവിടെ കൊണ്ടുവരുമ്പോൾ അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ്. അരുൺ, ആലപ്പുഴയിൽ ടൂറിസം സർക്യൂട്ട് പദ്ധതി കൊണ്ടുവരുമ്പോൾ കേരളത്തിൽ ടൂറിസം വകുപ്പ് മന്ത്രിയാണ് കെ.സി. വേണുഗോപാൽ. മനസ്സിലായില്ലേ? ആലപ്പുഴ ജില്ലയുടെ സർവ്വതോന്മുഖമായ വികസനത്തിന്, വ്യക്തിപരവും നാടിന് പൊതുവായും ഉള്ള വികസനത്തിന് കെ.സി. വേണുഗോപാൽ ചെയ്തതുപോലെ ഒരു കാര്യവും ആലപ്പുഴയുടെ ചരിത്രത്തിൽ ഒരു എംപിയും ചെയ്തിട്ടില്ല. ആരോപണങ്ങളെല്ലാം വിളിച്ചോ? ഒറ്റ ചോദ്യം, വളരെ പ്രധാനപ്പെട്ട ഉദ്ഘാടനം ചെയ്ത ഒരു പരിപാടി പറയട്ടെ. ഞങ്ങളുടെ ആരിഫ് വന്നതിന് ശേഷം ശക്തമായ ഇടപെടൽ നടത്തി ഉദ്ഘാടനം ചെയ്ത് ജനങ്ങൾക്ക് കൊടുത്ത കാര്യങ്ങളല്ലേ ഞങ്ങൾ പറയുന്നത്. ഒരു ജനപ്രതിനിധിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ് ഒരു പ്രദേശത്ത് നടക്കുന്ന ഏറ്റവും വലിയ ജനകീയ സമരത്തിൽ ഇടപെടുക എന്നുള്ളത്. 1000 ദിവസമായി മുഖ്യമന്ത്രിയുടെയും മകളുടെയും അടക്കം അഴിമതിക്ക് വിധേയമായ കരിമണൽ സമരം ആലപ്പുഴ നടക്കാണ്. മത്സ്യത്തൊഴിലാളികളുടെ സമരം 1000 ദിവസം നീണ്ടു നിൽക്കാണ്. ഒരു ദിവസമെങ്കിലും കരിമണൽ കർത്താക്കന്മാരിൽ പൈസ വാങ്ങിയവരാണ് CPM കോൺഗ്രസും. ഇവിടെ നടക്കാൻ പോകുകയുള്ളൂ. മറുപടി പറയണം.
നിമിഷം സ്ഥലം. നേരത്തെ അനിൽ ബോസ് പറഞ്ഞ ചോദ്യങ്ങൾക്ക് താങ്കൾക്ക് വസ്തുതാപരമായി അതിനെ ഖണ്ഡിക്കാൻ പറ്റുമോ? അതായത് KC വേണുഗോപാൽ കൊണ്ടുവന്ന നേട്ടങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണത്തെ താങ്കൾക്ക് ഖണ്ഡിക്കാൻ പറ്റുമോ? ബൈപ്പാസ് ഉൾപ്പെടെ മുഴുവൻ കാര്യങ്ങളും കാര്യമുള്ളൂ. ഇവിടെ പല പ്രാവശ്യം MP-യും MLA-യും മന്ത്രിയുമായിട്ട് ഇരുന്നിട്ട് ഒരു കല്ലിട്ടിട്ട് ഉദ്ഘാടനം ചെയ്ത ഒരു പരിപാടി പറയണം. മറുപടി ഒരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. ഒന്ന് പ്രിയ ഒന്ന് അനിൽ ബോസ് പറഞ്ഞ കാര്യം, ആ സുഹൃത്ത് ചോദിച്ച കാര്യം വളരെ പ്രസക്തമായ ചോദ്യമാണ്. ആലപ്പുഴയിൽ പ്രസക്തമായ ചോദ്യമാണ്. പറയട്ടെ, പ്രസക്തമായ ചോദ്യമാണ്. ഈ സ്ഥാനമെല്ലാം വഹിച്ചിട്ട് ഇദ്ദേഹം ഇല്ലാത്ത കുറെ കഥ പറഞ്ഞു. എവിടെയാണ് ടൂറിസത്തിന് എന്ത് കാര്യം ചെയ്തു? ആലപ്പുഴ KC വേണുഗോപാൽ എന്ത് സർക്യൂട്ട് എവിടെ എന്ത് കാണിച്ചു? ഞാൻ പറയട്ടെ, ആലപ്പുഴ ബൈപ്പാസ് ഈ ആലപ്പുഴയിൽ കൊണ്ടുവന്നത് KC വേണുഗോപാലാണ്. ആലപ്പുഴയിൽ കൊണ്ടുവന്നത് KC വേണുഗോപാലാണ്. പറഞ്ഞിട്ടില്ല. താങ്കൾ ഞാൻ പറയട്ടെ, ബൈപ്പാസിന്റെ ചരിത്രം അറിയുന്ന ഈ ആലപ്പുഴക്കാർക്ക് മൊത്തം ചരിത്രം അറിയാം. ഞാൻ പറയട്ടെ, ആ ബൈപ്പാസ് കല്ലിട്ടത് ഞങ്ങളാണെന്നും പറയുന്നില്ല. പക്ഷേ 2016 പിണറായി വിജയന്റെ ഗവൺമെന്റ് വരുമ്പോ 4% പോലും പണി പൂർത്തിയായിട്ടില്ല. ഇല്ല എന്ന് പറഞ്ഞ 40 കൊല്ലത്തെ ചരിത്രം, 40 കൊല്ലത്ത് 23 കൊല്ലക്കാലം ആലപ്പുഴ MP, MLA, മന്ത്രി, കേന്ദ്രമന്ത്രിയൊക്കെ ആയിരുന്ന ആളാണ് ഈ UDF സ്ഥാനാർത്ഥി ആണ്. ആ കാലത്ത് ഇവിടെ കേരളം കോൺഗ്രസ് ഭരിച്ചു, കേന്ദ്രം കോൺഗ്രസ് ഭരിച്ചു, ഒന്നിച്ചു ഭരിച്ചു, ഒന്നും ഉണ്ടായില്ല. പക്ഷേ 2014 പിണറായി വിജയൻ വന്ന ശേഷം സഖാവ് ജി സുധാകരൻ പൊതുമരാമത്ത് മന്ത്രിയായ ശേഷമാണ് ഈ ബൈപ്പാസിന്റെ നിർമ്മാണം നടക്കുന്നത്. ഈ ബൈപ്പാസ് ടോളില്ല. എന്തുകൊണ്ടാ? നേരെ പകുതി പൈസ പിണറായി വിജയന്റെ ഗവൺമെന്റ് കൊടുത്ത് പണിതുകൊണ്ടാണ് 174 കോടി രൂപ പിണറായി വിജയന്റെ ഗവൺമെന്റ് കൊടുത്തുകൊണ്ടാണ് ബൈപ്പാസ് പൂർത്തീകരിച്ച് 2020. ഒബ്ജക്ഷൻ ഉണ്ടോ? ഒബ്ജക്ഷൻ വിളിച്ചു സാർ, ഒബ്ജക്ഷൻ വിളിച്ചു. കാര്യങ്ങളിൽ ഒരു കാര്യത്തോട് ഞാൻ യോജിക്കുന്നു. 174 കോടി 40 വർഷക്കാലമായി മാറി വന്ന LDF-ഉം UDF-ഉം ചെയ്യാത്ത കാര്യമാണ്. ഡോക്ടർ മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു എലിവേറ്റഡ് ഹൈവേക്ക് സംസ്ഥാന കേന്ദ്ര ഗവൺമെന്റുകളുടെ പദ്ധതിയിൽ ആദ്യമായ ഒരു ബൈപ്പാസ് എലിവേറ്റഡ് ഹൈവേയും സ്ഥാപിക്കപ്പെടുന്നത്. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് ആയത് നമ്മൾ അംഗീകരിച്ചല്ലോ. ആ പദ്ധതിയുടെ പേര് CPM-നോട് കോൺഗ്രസിനോട് ഞാൻ ചോദിക്കട്ടെ, ഞാൻ പറയാം. ആ പദ്ധതിയുടെ പേര് പ്രധാനമന്ത്രി സ്വാസ്ഥ്യ സുരക്ഷാ യോജന എന്നാണ്. അതിലാണ് മെഡിക്കൽ കോളേജ് സൂപ്പർ 150 കോടി. ഇനി ഞാൻ പറയാം, ഇവിടെ ദേശീയപാത എപ്പോ തുടങ്ങിയതാണ്? അസ്വസ്ഥരാകണ്ട. ദേശീയപാത 6 വരി പാതയാകുന്നുണ്ട്. ആ പദ്ധതിയുടെ പേരാണ് പ്രധാനമന്ത്രി ഭാരത്മാല പദ്ധതി. ഇവർക്ക് എന്ത് നേട്ടമാണ്? 40 വർഷം കേരളവും കേന്ദ്രവും ഒക്കെ ഭരിച്ചിട്ട് ഈ ഒരു ബൈപ്പാസിനോ ദേശീയപാതയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യാത്തവരല്ലേ ശ്രീമാൻ? ആലപ്പുഴയിൽ നിന്ന് ശ്രീമാൻ ജി സുധാകരൻ പറഞ്ഞത് മോദിയും ഗഡ്കരിയും ഉള്ളത് കൊണ്ടാണ് ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കിയെന്ന്. ആലപ്പുഴയിലെ മുൻ പൊതുമരാമത്ത് മന്ത്രി ശ്രീമാൻ ജി സുധാകരൻ പറഞ്ഞതാണ്. ഒറ്റ കാര്യം, ഒരൊറ്റ ചോദ്യം. എന്റെ ഡയറക്റ്റ് ചോദ്യം, ഇന്ത്യയിൽ ദേശീയപാത വികസന അതോറിറ്റി സ്ഥാപിച്ച വർഷം ഏതാണ്? അന്നത്തെ പ്രധാനമന്ത്രി ആരാണ്? എന്ത് കാര്യത്തിന്? ആരാണ് ഇന്ത്യയിൽ ആദ്യമായി ദേശീയപാത വികസന അതോറിറ്റി സ്ഥാപിച്ച കാലം, വർഷം? പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി. ദേശീയപാതയല്ല, 6 വരി പാതയാണ്. നേരമായി സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. പറഞ്ഞോളൂ. 4 വർഷം മുമ്പ് ആലപ്പുഴയിൽ പറവൂര് ഹൈവേ 500 മീറ്റർ മാറിയിട്ട്
പിണറായി വിജയൻ വന്നിട്ട് ഒരു ഫ്ലാറ്റ് സമുച്ചയത്തിന് കല്ലിട്ടിട്ടുണ്ട്. ലൈഫ് മിഷന്റെ അണ്ടറിലാണ് ആ പദ്ധതി. ഇന്ന് അവിടെ പുല്ല് കിളർത്ത് കിടക്കുക. ദൈനംദിന ചെലവുകൾ പോലും കാശില്ലാത്ത ഇവര് എങ്ങനെയാണ് ആ പണി കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്? സപ്ലൈകോ പോയ സാധനങ്ങളില്ല, ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ മരുന്നില്ല, സപ്ലൈകോ പോയ സാധനമില്ല, ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ മരുന്നില്ല. സാധാരണ ജനങ്ങൾക്ക് തല ചായക്കാനായിട്ട് വീട് പോലും കൊടുക്കാൻ കഴിവില്ലാത്ത ഇവര് എന്തടിസ്ഥാനത്തിലാണ് വോട്ടും ചോദിച്ചു ഞങ്ങളെ ജയിപ്പിക്കുന്നു പറയുന്നത്? ഇതിലൊക്കെ കേരളത്തിന് കേന്ദ്രം പൈസ കൊടുക്കാത്ത എന്താ? ഇതിലൊക്കെ കേന്ദ്രം പൈസ കൊടുക്കാത്ത എന്താ? കണക്ക് കൊടുക്കണം. പറഞ്ഞോ അതെ, കണക്ക് കൊടുക്കണം. കറക്റ്റായിട്ട് കണക്ക് കൊടുത്താൽ കറക്റ്റായിട്ട് പൈസ കിട്ടും. കറക്റ്റായിട്ട് കണക്ക് കൊടുക്കണമല്ലോ. നെല്ലിന്റെ കാര്യത്തിൽ എന്താ പൈസ കൊടുക്കാൻ? നെല്ല് സംഭരണം PMAY ഉള്ളത് ലൈഫാക്കി മാറ്റിയത് ഞങ്ങളല്ല. നെല്ല് സംഭരണത്തിന്റെ കാര്യത്തിൽ 1500 കോടി രൂപയുടെ കൃത്യം കണക്ക് കൊടുക്കാൻ എന്താ? എന്ത് കണക്ക് കടമെടുക്കാനല്ലേ? കടമല്ല, അത് വേറെ, ഇത് ലൈഫിന്റെ വീടിന് 850 കോടി രൂപ ഇന്നലെ കൊടുത്തു. കൊടുത്ത കണക്കിന് കണക്ക് കറക്റ്റ് കൊടുക്കണം. സുപ്രീം കോടതിയിലെ കേസ് കൊടുത്തിരിക്കുന്നത് തരാനുള്ള കാശ് തരാനല്ല, വായ്പ തരുന്നില്ല. അപ്പൊ തരാനുള്ള കാശ് കിട്ടി അല്ലേ? നെല്ല് സംഭരണത്തിന് വേണ്ടിയിട്ടുള്ള 1500 അല്ല, തോമസ് ഐസക് പറഞ്ഞ പോലെ തോട്ടെടുക്കുന്ന മെഷീൻ ഒന്നും ഇല്ല അവിടെ. നിങ്ങൾ ചോദിക്കുമ്പോ എടുത്തരാൻ ഒരു സംശയം 7.5 ലക്ഷം കോടി രൂപ കേന്ദ്രം കടമെടുത്തല്ലോ. 7.5 ലക്ഷം കോടി രൂപ കേന്ദ്രം കടമെടുത്തല്ലോ ഇന്നലെ. എന്തിനാ 7.5 ലക്ഷം കോടി രൂപ കേന്ദ്രം കടമെടുത്തു? എന്തിനാ? എല്ലാ സംസ്ഥാനത്തിനും കേന്ദ്രത്തിനും കൂടിയുള്ളതാണ്. കേന്ദ്രം കടമെടുക്കുന്നത് കേന്ദ്രത്തിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രത്തിനും കൂടിയുള്ളതാണ്. തരാതെ കണക്ക് കൊടുക്കണം. വെറുതെ അവിടുന്ന് മാറ്റി ഇവിടുന്ന് മാറ്റി അവിടെ കണക്ക് കൊടുത്താൽ കിട്ടത്തില്ല. കറക്റ്റ് കൊടുക്കണം കണക്ക്. ഒറ്റ മറുപടി കൂടി. മറുപടി വേണം. സലാം, മറുപടി വേണം. ഇത് വേറെ വിഷയം. ഈ CAA-ക്കെതിരെയുള്ള എല്ലാ കേസും നിങ്ങൾ പിൻവലിക്കുന്നുണ്ട്. ശബരിമല വിഷയത്തിലെ കേസ് എന്തുകൊണ്ട് പിൻവലിക്കുന്നില്ല? രണ്ടാമത്തത്, നിങ്ങളുടെ MP, ഇപ്പോഴത്തെ MP ഒരു 2 വർഷം മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നു. കോടിയേരി ബാലകൃഷ്ണൻ ഒരു ഫോൺ ചെയ്താൽ ലക്ഷക്കണക്കിന് യുവതിയുവാക്കൾ കയറ്റുന്നു, ശബരിമല കയറ്റുന്നു. അതിൽ നിങ്ങൾ ഇപ്പോൾ ഓർത്തിരിക്കുന്നു. അദ്ദേഹം വിശദീകരിച്ചായിരുന്നു. അല്ല, അതിലേക്ക് പോരുന്നത് അദ്ദേഹം വിശദീകരിച്ചു. സലാം, നേരത്തെ ഇവർ ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ. സപ്ലൈകോ പോയ സാധനമില്ല, ആശുപത്രി പോയാൽ മരുന്നില്ല, ലൈഫ് മിഷന്റെ കാര്യത്തിൽ പല സ്ഥലങ്ങളിലും വീടില്ല, പുല്ല് കിളിർത്തി കിടക്കുന്നു. എങ്ങനെ വോട്ട് ചെയ്യും LDF-ന്? ആണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് അവിടെ പോകണം. സപ്ലൈകോയിലും ആവശ്യം ഇടയ്ക്കിടയ്ക്ക് പോകണം, സാധനം വാങ്ങാൻ പോകണം. അപ്പൊ അത് കിട്ടും. പിന്നെ ഫ്ലാറ്റ് പറയട്ടെ നിങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് നിങ്ങൾ പറഞ്ഞല്ലോ കണക്ക്. അങ്ങനെ നോക്കാനാണെങ്കിൽ ഇവർ വികസനം കൊണ്ടുവന്നെന്ന് പറയുന്നത്. വികസനം എന്ന് പറയുന്നത് കറണ്ട് ചാർജ് കൂട്ടി, വാട്ടർ ബില്ല് കൂട്ടി, ആശുപത്രി ചെന്ന മരുന്നില്ല, അവിടെ ചെന്ന് ഇപ്പൊ ഹെൽത്ത് കാർഡും എടുക്കത്തില്ല. പൊതിച്ചോറ് കൊടുത്താൽ മതി എന്നാ പറയുന്നത്. അറ്റാക്ക് വന്നാലും എന്തുകൊണ്ട് വന്നാലും പൊതിച്ചോറ് കൊടുത്താൽ മനുഷ്യന്റെ അസുഖം മാറുക. ഇവര് കുറെ പൊതിച്ചോറും കെട്ടിക്കൊണ്ട് പോകും. അവിടെ ചെന്ന് പൊതിച്ചോറ് കൊടുത്താൽ ശരി, പൊതിച്ചോറ് കൊടുത്ത ഒരു നേരത്തെ വിശപ്പ് മാറുമായിരിക്കും, മരുന്ന് കൊടുത്താൽ അസുഖം മാറും. മറുപടി സഹോദരി നേരത്തെ പറഞ്ഞ കണക്കിന്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ നേരത്തെ. എന്തുകൊണ്ടാണ് സുപ്രീം കോടതി കേസ് പോയപ്പോ 13,850 കോടി വായ്പ അനുവദിക്കാൻ കോടതി പറഞ്ഞത്? എന്തിന്റെ അടിസ്ഥാനത്തിലാ പറഞ്ഞേ? നെല്ലിന്റെ വില 809 കോടി ഇന്നലെ തരാൻ തീരുമാനിച്ച് എന്തുകൊണ്ടാണ്? കേരളം പറഞ്ഞ എന്റെ സാർ ഞാൻ ചോദിക്കുന്നത് ഇതെല്ലാം ചോദിക്കുന്നത് നരേന്ദ്രമോദിയുടെ അമിത്ഷയുടെ ഔദാര്യമല്ല, നിങ്ങളുടെ ഔദാര്യമല്ല ചോദിക്കുന്നത്. ഞങ്ങളുടെ നികുതി കാശാണ്, നാടിന്റെ ജനങ്ങൾ കൊടുക്കുന്ന നികുതി കാശിന് വിഹിതമാണ് ചോദിക്കുന്നത്. പിന്നെ ഫ്ലാറ്റ് എന്റെ സഹോദരി ചോദിച്ച ആൾ എന്റെ കൂടെ വന്നാൽ മതി. ഇവിടുന്ന് തോട്ടപ്പള്ളി വരെ പോയാൽ മതി. മണ്ണുപുറത്ത് 209 കുടുംബം താമസിക്കാനുള്ള ഫ്ലാറ്റ് പണി പൂർത്തിയായി ഇപ്പൊ പെയിന്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ കൂടെ വന്നാൽ കാണിച്ചു തരാം. എന്റെ കൂടെ വന്നാൽ മതി. ഈ കടപ്പുറത്ത് അറബിക്കടലിലെ തീരം സംരക്ഷിക്കേണ്ട കേന്ദ്ര ഗവൺമെന്റ് ആണ്. ഒരു നയാ പൈസ ഈ ആലപ്പുഴയുടെ തീരം സംരക്ഷിക്കാൻ ഒരു നയാ പൈസ കേന്ദ്ര ഗവൺമെന്റ് തരുന്നില്ല. സംസ്ഥാന സർക്കാർ സംസ്ഥാന ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റ് പൈസ ഉപയോഗിച്ചാണ് എന്റെ മണ്ഡലം ഉൾപ്പെടെ 141 പുലിമുട്ടുകൾ ആലപ്പുഴ ജില്ലയിൽ നിർമ്മിക്കും. 141 5 പൈസ ഇല്ല.
പുലിമുട്ട് നിർമ്മിക്കാൻ 5 പൈസ കേന്ദ്ര ഗവൺമെന്റ് ഇല്ല. എവിടെ പോയി? പിന്നെ ഒരു കാര്യം പിന്നെ 2 കൂട്ടരും ചേർന്ന് ആലപ്പുഴ ജില്ലയ്ക്ക് 300 കോടി കൊടുത്തു പറഞ്ഞ് നോട്ടീസ് അടിച്ച ആളാണ് ആരിഫ്. പുലിമുട്ട് എവിടെ? നിങ്ങൾ പൈസ തന്നില്ലെങ്കിലും നിങ്ങൾ പൈസ തരാഞ്ഞിട്ട് ഞങ്ങൾ പൈസ മുടക്കി പണിയാണ്. നിങ്ങൾ തരാഞ്ഞിട്ട് ഞങ്ങൾ പൈസ മുടക്കി പണിയാണ്. കിഫ്ബിയിലെ പൈസ മുടക്കി പണിയാണ്. 83,000 കോടിയാണ് കിഫ്ബി വഴി കേരളത്തിൽ സ്കൂള്, ആശുപത്രി, കടൽപ്പെത്തി, പുലിമുട്ട് ഉൾപ്പെടെ നിർമ്മിക്കുന്നത്. 83,000 കോടിയാണ് ഈ കേരളത്തിൽ. കിഫ്ബിയുടെ മസാല ബോർഡ് അതിന്റെ പൈസ തിരിച്ചടിച്ചു നമ്മുടെ പത്തനംതിട്ട സ്ഥാനാർത്ഥിക്ക് നോട്ടീസ് വന്നിരിക്കുക. അപ്പോൾ എന്റെ ചോദ്യം അനിൽ ബോസെ, ഒറ്റ ചോദ്യമുള്ളൂ. നേരത്തെ ഇപ്പോൾ HS സലാം പറഞ്ഞതുപോലെ കേന്ദ്രം കേരളത്തെ ഞെരുക്കുന്നുണ്ടെങ്കിൽ അതിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധം നടക്കുമ്പോൾ AICCയുടെ സംഘടനാ ചുമതലയുള്ള ഇപ്പോഴത്തെ സിറ്റിംഗ് MP ഒരു നിമിഷം സാർ KC വേണുഗോപാൽ ദില്ലി ചലോ മാർച്ചിൽ പങ്കെടുത്ത് കേരളത്തിന്റെ ശബ്ദമാകേണ്ടതല്ലേ? ആരിഫ് അല്ലേ കേരളത്തിന് വേണ്ടി ശബ്ദിക്കുന്നത് എന്നാണ് LDF ചോദിക്കുന്നത്. വാളയാറ് വരെ ഉള്ളൂ ആ നിലപാട്. മറുപടി ബോസ്. താങ്കളുടെ അവസാനത്തെ ഊഴമാണ്, പറഞ്ഞോളൂ. ഇന്ത്യൻ പാർലമെന്റിൽ ഈ ചർച്ചയിൽ കേട്ടോ, ഇന്ത്യൻ പാർലമെന്റിൽ CPM ആകെ 3 അംഗങ്ങളെ ഉള്ളൂ. 543 മതി സാർ. ഒന്നിച്ചില്ല. അതാണ് സപ്പോർട്ട് ചെയ്തുകൊണ്ട് മറ്റു സംസ്ഥാനത്ത് 2 CPM MPമാരും ഇല്ല. പിന്നെ ഇന്ത്യൻ പാർലമെന്റിൽ ഇന്ത്യൻ പാർലമെന്റിൽ കേരളവുമായി ബന്ധപ്പെട്ട പൊതുവിഷയങ്ങളിൽ കേരളത്തിലെ മുഴുവൻ UDF MPമാരും അതിശക്തമായി നിലപാടെടുക്കുകയും എന്തുകൊണ്ട് കേന്ദ്രം സംസ്ഥാനത്തിനുള്ള ധനസഹായം നിഷേധിക്കുന്നുവെന്ന് NK പ്രേമേന്ദ്രൻ MP അടക്കം ശ്രീ KC വേണുഗോപാൽ അടക്കം ചോദിച്ചപ്പോ സമയത്ത് കണക്ക് കൊടുക്കണമെന്നാ പറഞ്ഞത്. അത് കൊടുക്കാതെ സംസ്ഥാന ഗവൺമെന്റ് വീഴ്ചയാണ്. അതുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ വീഴ്ച വരുത്തിയതുകൊണ്ടാണ് കോൺഗ്രസ് ദില്ലി ചലോയിൽ പങ്കെടുക്കുന്നത്. അതുകൊണ്ടാണ് കോൺഗ്രസ് ഈ പരുവത്തിൽ പടവരങ്ങ പോലെ താപ്പോട്ട് വരുന്നതിന് കാര്യം അതാണ് വരുന്നതിന്റെ കാര്യം. ഇതാ നിലപാട്. BJP താളം പിടിച്ചു കൊടുക്കുക. ഇതാണ് നിലപാട്. ഇവരാണ് ഞങ്ങളെ കണക്കും പറഞ്ഞുകൊണ്ട് വരുന്നത്. ഇപ്പോൾ CPMന്റെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നിട്ടുണ്ട്. ആകെ മത്സരിക്കുന്നത് 44 സീറ്റിലാണ്. അതിൽ 7 സീറ്റിൽ കോൺഗ്രസിന്റെ സിറ്റിംഗ് MPമാർ മാറിക്കൊടുത്തിട്ടാണ് മത്സരിപ്പിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ പടം വെച്ച വോട്ട് പിടിക്കുന്നത്. CPM-നെ പറയുമ്പോ ആ പാർട്ടിയുടെ വ്യത്യാസം പറയണം. ഇലക്ട്രൽ ബോണ്ട് BJP മേടിച്ചു, കോൺഗ്രസ് മേടിച്ചു. 8,251 കോടി BJP, 1,900 കോടി കോൺഗ്രസ്. മേടിക്കാത്ത ഏക പാർട്ടി CPM-ആണ്. കേരളത്തിൽ ആദ്യമായി ഒരു കോർപ്പറേറ്റ് കമ്പനിയുടെ കയ്യിൽ നിന്നും ബോണ്ട് മേടിച്ച സാന്ത്യാഗോ മാർട്ടിൻ ദേശാഭിമാനിയാണ്. CPM-ആണ്. പക്ഷേ സ്ഥലം നോക്കൂ, കോൺഗ്രസിന്റെ അക്കൗണ്ടുകൾ പൂട്ടുന്നതിൽ നിങ്ങൾ സന്തോഷിക്കരുത്. കോൺഗ്രസിന്റെ അക്കൗണ്ടുകൾ പൂട്ടുമ്പോൾ നിങ്ങൾ സന്തോഷിക്കരുത്. സോണി, ഒരു നിമിഷം. കോൺഗ്രസിന്റെ അക്കൗണ്ടുകൾ പൂട്ടുമ്പോൾ നിങ്ങൾ സന്തോഷിക്കരുത്. അവർ IT റെയ്ഡ് വന്നുണ്ടോ? 1,800 കോടിയാ നിങ്ങൾക്ക് വന്നു. നിങ്ങൾക്കുമുണ്ട്. CPക്ക് 21 കോടിയുടെ വന്നു. 2,000 കോടി മേടിച്ച പൈസ എവിടെ കൊണ്ടുപോയി? നിയമവ്യവസ്ഥ അംഗീകരിക്കണം, അല്ലെങ്കിൽ ED നോട്ടീസ് കൊടുക്കും. ഇത് പണ്ടും ഉണ്ടായിട്ടില്ലേ? ഇൻകം ടാക്സ് നോട്ടീസ് കൊടുക്കും. ഒരു നിമിഷം സാർ. CBI ഇതേപോലെ നോട്ടീസ് കൊടുത്ത പ്രഫുൽ പട്ടേലിന് ED നോട്ടീസ് കൊടുത്തു, CBI നോട്ടീസ് കൊടുത്തു. പ്രഫുൽ പട്ടേലിന് ഇന്നലെ ക്ലിയറൻസ് കൊടുത്തു BJP ചേർന്നപ്പോ. എന്താ കാര്യം?
ഇവിടെ കോൺഗ്രസിന് ഇൻകം ടാക്സ് നോട്ടീസ് വന്നിട്ടുണ്ട്. അവര് ടാക്സ് അടച്ചാൽ മതി, പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന്. അങ്ങനെ കബളിപ്പിക്കാൻ നോക്കണ്ട. നിങ്ങൾ 4000 കോടി അടയ്ക്കാനുണ്ട്. 4000 കോടി ചോദിക്കുന്നത് ED ആയിക്കോട്ടെ, ഇൻകം ടാക്സ് ആയിക്കോട്ടെ, നിയമവ്യവസ്ഥയെ കോൺഗ്രസ് CPM വെല്ലുവിളിക്കുകയാണ്. ആലപ്പുഴ മണ്ഡലത്തിൽ മണ്ഡലത്തോടൊപ്പം തന്നെ ദേശീയ രാഷ്ട്രീയവും തിളച്ചുമറിയുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതും KC വേണുഗോപാൽ വന്നിറങ്ങിയതോടെ ദേശീയ രാഷ്ട്രീയവും ചർച്ചയ്ക്ക് വിധേയമാവുകയാണ്. ആലപ്പുഴ മണ്ഡലത്തിലും തീപാറുന്ന മത്സരം പ്രതീക്ഷിക്കാം. കിഴക്കിന്റെ വെനീസിൽ നിന്നും വീണ്ടും ഒരു വട്ടം കൂടി നമ്മൾ വരും. റിപ്പോർട്ടർ കുരുക്ഷേത്രവുമായി വീണ്ടും കാണാം നമുക്ക്. ഗുഡ് നൈറ്റ്.